മാസങ്ങൾ നീണ്ടുനിന്ന ഹിസ്ബുള്ള ഇസ്രയേൽ യുദ്ധം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. വലിയ നാശനഷ്ടങ്ങളാണ് ഇരു രാജ്യങ്ങളിലും ഉണ്ടായത്. ഇസ്രയേലിലാണ് കൂടുതലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഗസയിൽ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ തയ്യാറാകാതെ നിൽക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എന്നാൽ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാർ നെതന്യാഹു അതിവേഗം സമ്മതിക്കുകയായിരുന്നു. വെടിനിർത്തലിനെതിരെ ഇസ്രയേലിനുള്ളിൽ നിന്ന് തന്നെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഇത് ഗുരുതര തെറ്റാണെന്നാണ് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗവിർ ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാർ സൈനിക പ്രവർത്തനങ്ങൾ അവസാനിച്ചു, ഹിസ്ബുള്ള അടിച്ചമർത്തപ്പെട്ടു, എല്ലാവരും വെടിനിർത്തലിനായുള്ള ആവേശത്തിലാണ്. എന്നിരുന്നാലും വെടിവെപ്പ് നിർത്തരുതെന്നാണ് ബെൻഗവിർ പറയുന്നത്. മറ്റൊരു തീവ്ര വലതുപക്ഷ മന്ത്രിയായ ബെസലേൽ സ്മോട്രിച്ചും വെടിനിർത്തലിനെതിരെ ആഞ്ഞടിച്ചു. ഒരു കരാറിൽ പ്രാധാന്യമില്ലെന്നും ഒപ്പിട്ട ഒരു കടലാസിന്റെ മൂല്യമേ അതിനുള്ളൂവെന്നും സ്മോട്രി പറഞ്ഞു. കരാർ സാഫല്യത്തിൽ വരുന്നതിന് മുമ്പ് ഇസ്രയേലിലെ ചാനൽ 12 സർവേ നടത്തിയിരുന്നു. ഇതിൽ 37% പേരും വെടിനിർത്തലിനെ അംഗീകരിക്കുന്നവർ, 32% പേർ എതിർക്കുന്നവരാണ്. 60 ദിവസത്തിനുള്ളിൽ തെക്കൻ ലെബനാനിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പടിപടിയായി പിൻവലിക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. തുടർന്ന് ലെബനാൻ സൈന്യത്തെയും ദേശീയ സുരക്ഷാ സേനയും അണിനിരത്തും. മാത്രമല്ല, ലിതാനി നദിയുടെ വടക്ക് ഭാഗത്തേക്ക് ഹിസ്ബുള്ള പിന്മാറണമെന്ന മുന്നറിയിപ്പും കരാറിൽ ഉൾപ്പെടുന്നു. UN സുരക്ഷാ കൗൺസിലിന്റെ 1701 പ്രമേയം അനുസരിച്ച് തെക്കൻ ലെബനാനിൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം അവസാനിപ്പിക്കണമെന്നും കരാറിലുണ്ട്. കരാർ പൂർണ്ണമായും നടപ്പാക്കുമെന്നുറപ്പാക്കാൻ അമേരിക്കയും ഫ്രാൻസുമാണ് നേതൃസ്ഥാനത്തേക്ക് മുൻകൈയെടുക്കുക. മറ്റ് സഖ്യകക്ഷികളും ഇവരുടെ സഹായത്തിനുണ്ടാകും. വെടിനിർത്തലിന് ഹിസ്ബുള്ളയുടെ സഖ്യകക്ഷിയായ ഇറാനും പിന്തുണച്ചിട്ടുണ്ട്. കരാർ സാഫല്യമാകുന്നതോടെ ജനങ്ങൾ തെക്കൻ ലെബനാനിലേക്ക് തിരികെ പോകുമെന്നാണ് കരുതുന്നത്. തെക്കൻ ലെബനാനിലേക്ക് പെട്ടെന്ന് തന്നെ തിരികെ വരരുതെന്ന് ഇസ്രയേൽ സൈന്യം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്രയേൽ സൈന്യം ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ട ഗ്രാമങ്ങളിലേക്കും ഇസ്രയേൽ സൈന്യമുള്ള ഇടങ്ങളിലേക്കും തിരിച്ചുവരാൻ പാടില്ലെന്ന് സൈനിക വക്താവ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മടങ്ങിവരാൻ പറയുമ്പോൾ മാത്രം എത്തിയാൽ മതി. നിങ്ങളുടെയും കുടുംബത്തിന്റെയും സുരക്ഷയെ മുൻനിർത്തിയാണ് ഇത് പറയുന്നത്. അതിനാൽ തിരികെ വരുന്നത് കഴിയുന്നതും ഒഴിവാക്കണമെന്നാണ് വക്താവ് വ്യക്തമാക്കുന്നത്. 2023 ഒക്ടോബർ 7 ശേഷം ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ നടന്ന ഏറ്റവും വലിയ യുദ്ധമായാണ് ഇതിനെ കണക്കാക്കുന്നത്. പലസ്തീൻ ജനതയ്ക്ക് പിന്തുണയുമായാണ് ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലിന് നേരെ ആക്രമണം ആരംഭിച്ചിട്ട് ഒരു വർഷത്തിലധികമായി. ലക്ഷക്കണക്കിന് പേരാണ് ഇവിടെ നിന്ന് പലായനം ചെയ്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോയത്. മാസങ്ങൾക്ക് മുമ്പാണ് ഹിസ്ബുള്ളയെ ഉന്നമിട്ട് നടത്തിയ പേജരാക്രമണത്തിന് തൊട്ടുപിന്നാലെ സംഘർഷം ഗുരുതരമായത്. ഇതിനാണ് ഇപ്പോൾ താൽക്കാലികമായെങ്കിലും ശമനമുണ്ടായത്.